ഹലോ, വോയിസ് ഓഫ് ഹൈജീനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം പറയുന്നത് വാക്സിൻ സൈഡ് എഫക്റ്റിനെ സംബന്ധിച്ചാണ്. ഇപ്പോൾ ലോകം മുഴുക്കെ, വിശിഷ്യ ഇന്ത്യയിൽ, കോവിഷീൽഡിന്റെ അപകടത്തെ സംബന്ധിച്ച അറിവുകൾ ആളുകളെ കൂടുതൽ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ വാക്സിൻ നിരോധിച്ചു, കമ്പനി തന്നെ കുറ്റം സമ്മതിച്ചു. നമ്മുടെ വാക്സിൻ സർട്ടിഫിക്കറ്റിൽ നിന്നും പ്രധാനമന്ത്രിയെ കാണാതെയായി. ഇതിന്റെ സൈഡ് എഫക്റ്റുകൾ ധാരാളം, പല മരണങ്ങളും നടന്നു, പല രോഗങ്ങളും സംഭവിച്ചു, പലരും കുഴഞ്ഞു വീണു. ഇനിയും എന്തെല്ലാം സംഭവിക്കും എന്ന ഭയപ്പാടിലാണ് ഈ വാക്സിൻ എടുത്തവരെല്ലാം. യഥാർത്ഥത്തിൽ എല്ലാ വാക്സിനുകൾക്കും ഒരു ഫാക്ട് ഷീറ്റ് ഉണ്ടാകും. ഈ ഫാക്ട് ഷീറ്റിൽ ഈ വാക്സിന്റെ അപകടങ്ങളും കൃത്യമായി പറഞ്ഞിരിക്കും. ഇക്കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയോ ആളുകൾ അതിനനുസരിച്ച് തനിക്കത് വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുകയോ ചെയ്യാതെ നിർബന്ധമായിട്ട് അധികാരം ഉപയോഗപ്പെടുത്തി തെറ്റായ വാർത്തകൾ കൊടുത്ത് വാക്സിൻ എടുപ്പിക്കുകയായിരുന്നു അധികാരികൾ. ഇപ്പോൾ ഇനിയെന്ത് ചെയ്യും? അധികാരികൾ കൈമലർത്തി. പണ്ട് പ്രേരിപ്പിച്ചവരെ ഒന്നും ഇപ്പോൾ കാണാനില്ല. ഇനി ഞങ്ങളുടെ അവസ്ഥ എന്ത്? എടുത്തവർ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിലാണ് അതിനൊരു പരിഹാരം എന്ന നിലക്ക്, സാധ്യമാകുന്ന പരിഹാരം എന്ന നിലക്ക് നമുക്ക് ചില നിർദ്ദേശങ്ങൾ ആളുകൾക്ക് കൊടുക്കാനുണ്ട്. ആദ്യമായി ചെയ്യേണ്ടത് ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു വാക്സിനും എടുക്കാതിരിക്കുക എന്നതാണ്. രണ്ടാമതായി ചെയ്യേണ്ടത് രാത്രിയിലെ ഭക്ഷണമെങ്കിലും കംപ്ലീറ്റ് ജൈവ ഭക്ഷണമാക്കി മാറ്റുക, അഥവാ വേവിച്ച ഭക്ഷണം ഒഴിവാക്കുക. ഫ്രൂട്ട്സുകളും സലാഡുകളും, ഇത് ജീവനുള്ള ഭക്ഷണമാണ്. ജീവശരീരത്തിൽ ശുദ്ധീകരണം നടത്താൻ ഈ ഭക്ഷണങ്ങൾക്ക് മാത്രമേ കഴിയൂ. വേവിച്ച ആഹാരം ചത്ത ഭക്ഷണമാണ്. അപ്പോൾ അത് 2 നേരത്തിലേക്ക് ചുരുക്കുകയും രാത്രി ഭക്ഷണം ജൈവ ഭക്ഷണമാക്കി മാറ്റുകയും ചെയ്യുക ഒരു 4 മാസത്തേക്കെങ്കിലും എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആഴ്ചയിൽ ഒരിക്കൽ ഒരു ഇന്റർമിറ്റന്റ് ഫാസ്റ്റിങ്ങിനെ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഇപ്പോഴില്ല എന്നെല്ലാവർക്കും അറിയാം. എനി സ്റ്റേജ് ഓഫ് ക്യാൻസർ ക്യാൻ ബി ക്യൂർഡ് വിതൗട്ട് മെഡിസിൻ ബൈ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എന്നാണ് ഇപ്പോൾ മോഡേൺ മെഡിക്കൽ സയൻസ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കൽ ഇന്റർമിറ്റന്റ് ഫാസ്റ്റ്, ഒരു 12 മണിക്കൂർ വയറ് കാലിയാക്കുക. പ്രഭാതത്തിൽ എന്തെങ്കിലും ഫ്രൂട്ട്സുകൾ കഴിക്കുക, സന്ധ്യാസമയത്തും ഒരു 12 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് വീണ്ടും ഫ്രൂട്ട്സുകൾ കഴിക്കുക. ഇങ്ങനെ ഒരു ആഴ്ചയിൽ ഒരു ഉപവാസം എടുക്കുക. അപ്പോൾ ശരീരത്തിൽ നിന്നും ശുദ്ധീകരണം ത്വരിതപ്പെടും. മൂന്നാമത്തെ സംഗതി, ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് മഴവെള്ളം കുടിക്കുക. ഓരോ 3 മണിക്കൂറിലും ഓരോ ഗ്ലാസ് മഴവെള്ളം, ആകാശത്തു നിന്ന് വീഴുന്ന മഴവെള്ളം വീട്ടുമുറ്റത്ത് എവിടെയെങ്കിലും ഒരു ശീല കെട്ടിവെച്ചാൽ അതിലേക്ക് വീഴുകയും അതിന്റെ താഴ്ഭാഗത്ത് ഒരു പാത്രം വെച്ച് കൊടുത്താൽ അത് ശേഖരിക്കുകയും ചെയ്യാം. ഈ വെള്ളം എത്ര കാലം കുപ്പികളിലോ മൺപാത്രങ്ങളിലോ സൂക്ഷിച്ചു വെക്കാവുന്നതാണ്, കേടാവുകയില്ല. ഈ വെള്ളത്തെ ഓരോ 3 മണിക്കൂറിലും കുടിച്ചുകൊണ്ടിരിക്കുക. അതും ശുദ്ധീകരണം നടത്താൻ അത്യുത്തമമാണ്. നാലാമത്തെ സംഗതി, അരമണിക്കൂറെങ്കിലും വെയിൽ കൊള്ളുക എന്നതാണ്. ഇപ്പോൾ വെയിലില്ല, അതിനു പകരം നമുക്ക് മഴവെള്ളമാവാം. പിന്നെ നേരത്തെ കിടന്നുറങ്ങുക. ശരീരത്തിന് ശാന്തിയും സമാധാനവും ആശ്വാസവും കൊടുക്കുന്ന രീതിയിൽ ലൈഫ് സ്റ്റൈൽ ഒന്ന് മാറ്റുക. പുതുതായി മരുന്നുകൾ കഴിക്കാതിരിക്കുക. രോഗം വരുമ്പോൾ ഏതെങ്കിലും പ്രകൃതി ചികിത്സകന്റെ ഉപദേശം തേടി ഭക്ഷണത്തിലും ജീവിതശൈലിയിലും മാറ്റം വരുത്തി മുന്നോട്ട് പോകാമെങ്കിൽ ഒരു പരിധിവരെ ഈ മരുന്നുകളുടെ അപകടം, വാക്സിന്റെ അപകടങ്ങൾ, ആ രാസവസ്തുക്കളുടെ ഉപദ്രവങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിന്നും നീക്കം ചെയ്യപ്പെടുന്നതായിരിക്കും.